വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി മന്ത്രി എം.ബി. രാജേഷ്. അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ കോട്ടയം ജില്ലാ തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനോടകം നടന്ന 6 അദാലത്തുകളിലൂടെ ആയിരക്കണക്കിന് പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ തദ്ദേശ അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ 6 അദാലത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ അദാലത്തുകളിലായി ആയിരക്കണക്കിന് പരാതികൾക്കാണ് തീർപ്പുണ്ടായിട്ടുള്ളത്. വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളുടെയും തീർപ്പ് പൊതുവായ പ്രശ്നങ്ങളുടെ തീർപ്പിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് തന്നെ ബാധകമായ പൊതുവായ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ഈ അദാലത്ത് ഇതുവരെ തന്നെ കാരണമായിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അദാലത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന പരാതികൾ, ആ പരാതികൾ കഴിയാവുന്നത്ര നിയമപരമായി തീർപ്പാക്കാവുന്നതെല്ലാം പരിഹരിക്കുക എന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വസ്തുനികുതി, വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കില്ല. ലൈഫ് മിഷനിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് UA നമ്പർ ഉണ്ടെങ്കിൽ അവസാന ഗഡു തുക അനുവദിക്കാം തുടങ്ങിയ തീരുമാനങ്ങൾ അദാലത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് നിയമപരമായ മാർഗത്തിലൂടെ പരിഹാരം കാണാനാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും കാലോചിതമായി ഉണ്ടാകേണ്ട പരിഷ്കാരങ്ങൾക്ക് അദാലത്ത് സഹായകരമാകും. 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അദാലത്തുകൾ പൂർണ്ണമാകുമ്പോൾ ഈ ഭേദഗതികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, MLA-മാരായ മാണി C. കാപ്പൻ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷാജി ക്ലമന്റ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അദാലത്തിൽ ഓൺലൈനായി 454 അപേക്ഷകൾ ലഭിച്ചിരുന്നു. ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിൽ നിന്ന് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് DD ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ 25 വർഷം പിന്നോട്ടടിച്ചെന്ന് ഷാനിമോൾ ഉസ്മാൻ കുറ്റപ്പെടുത്തി. ഈ 10 വർഷക്കാലത്ത് അല്ലെങ്കിൽ 8.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല 25 വർഷം പിന്നോട്ടടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നത്. ഇവിടെ എന്തിനായി സമരം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. KSUവിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. ഇവിടെ സമരം ചെയ്യുന്നത് ഈ DD ഓഫീസിനകത്ത് നിന്ന് അധ്യാപകരെ നിയമിച്ചതിന്റെ ഫയല് കാണാനില്ലെന്നാണ് പറയുന്നത്. എവിടെ പോയി ഈ ഫയൽ എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കം ബന്ധപ്പെട്ടവർ അതിന്റെ മറുപടി പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടെ കേരളത്തിൽ ഫയൽ കാണാതെ പോകലൊക്കെ ഒരു സ്ഥിരന്തര സംഭവമാണ്. ഒന്നുമില്ലെങ്കിൽ അവസാനം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫയൽ ഇരിക്കുന്നതിനും അങ്ങ് കത്തിച്ച് കളയുന്ന ഗതികെട്ട ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷവും യൂത്ത് കോൺഗ്രസും KSUവും അടക്കമുള്ള സംഘടനകൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് മറുപടിയില്ലാതെ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇടിമിന്നൽ വരും,
അപ്രതീക്ഷിതമായിട്ട് അവിടെ നിൽക്കുന്ന നിപ്പിൽ കത്തിപ്പോയി എന്നുള്ള വാർത്തകൾ വരും. ഉദ്ഘാടന യോഗത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽച്ചിറ, സംസ്ഥാന ഭാരവാഹികളായ അൻസിൽ അസീസ്, സുറുമി ഷാഹുൽ, അൻസിൽ ജലീൽ, MS രോഹിത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബാരിക്കേഡ് മറികടന്ന ജില്ലാ പ്രസിഡന്റ് AD തോമസ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കണ്ണൻ വർക്കി പാലത്തിന് സമീപം റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. 30ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ലൈംഗിക ആരോപണ വിധേയനായ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ചെങ്ങന്നൂരിൽ പ്രതിഷേധ സമരം നടത്തി. മന്ത്രിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ചെങ്ങന്നൂരിൽ നടത്തിയ പ്രതിഷേധ സമരം BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുകയാണെന്ന് MV ഗോപകുമാർ കുറ്റപ്പെടുത്തി. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് MV ഗോപകുമാർ പറഞ്ഞു. മന്ത്രിയും ചെയർമാനും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് ഖാരിക്കാടിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. ജില്ലാ ട്രഷറർ KG കർത്ത, മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ, ഭാരവാഹികളായ SV പ്രസാദ്, PG മഹേഷ്, ആതിര ഗോപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യം ഉയരുന്നു. ഇത് സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച 2 UDF സ്ഥാനാർത്ഥികളും MLA ആയിരിക്കെ തന്നെ LDFിലേക്ക് ചേക്കേറുകയാണുണ്ടായതെന്ന് DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാർ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച 2 UDF സ്ഥാനാർത്ഥികളും MLA ആയിരിക്കെ തന്നെ LDFിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. 1987 ശേഷം കുട്ടനാട്ടിൽ ജയിച്ചത് ഒരേ ഒരു UDF സ്ഥാനാർത്ഥി മാത്രമാണ്. അദ്ദേഹമാകട്ടെ ജയിച്ച 1 വർഷമാകുന്ന മുമ്പ് തന്നെ LDFിലേക്ക് കൂറുമാറുകയും ചെയ്തു. നേരെ മറിച്ച് ഇക്കാലം അത്രയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കുട്ടനാട്ടിൽ നിന്നും മെച്ചപ്പെട്ട ലീഡ് നേടിയിട്ടുണ്ട്. സ്ഥിരതയുള്ള ഒരു UDF ജനപ്രതിനിധിയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചാൽ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് നിയമസഭാ സീറ്റ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് ക്യാമ്പ് പ്രമേയത്തിലൂടെ KPCC നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചത്. KPCC മെമ്പർമാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, DCC അംഗങ്ങൾ, പോഷക സംഘടനകളുടെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരടക്കം 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തനം മാതൃകാപരമെന്ന് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മീഷന് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ച പരാതികളിൽ ഭൂരിപക്ഷവും തീർപ്പാക്കാൻ കഴിഞ്ഞതായി കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ച പരാതികളിൽ ഭൂരിപക്ഷവും തീർപ്പാക്കാൻ കഴിഞ്ഞതായി കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. ഇതിൽ ഉദ്യോഗസ്ഥരുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നതിനായി വകുപ്പുകളുടെ ആത്മാർത്ഥമായ ഇടപെടൽ തുടർന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവെ പരാതികളിൽ ഇപ്പം ഞങ്ങൾ 102 പരാതി 80 എണ്ണം ക്ലോസ് ചെയ്തു. 80 ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 80%. 102 ആണല്ലോ. അപ്പോൾ ഏകദേശം 80% പരാതി അത് വലിയൊരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പലപ്പോഴും പല ജില്ലകളിലും മുന്നനുഭവത്തിലെല്ലാം കൊണ്ടുവരുന്ന പരാതികളിൽ ഒരു സിംഹഭാഗം ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തൊരു പരിസ്ഥിതിയാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ 80 പരാതികൾ ക്ലോസ് ചെയ്യാൻ
ഇടയായിട്ടുണ്ട്. ബാക്കിയുള്ള 20 പരാതികളെ 22 പരാതികളെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നലത്തെ ഇന്നോഗ്രൽ സെഷനിൽ ഒരു ഇന്നോഗ്രൽ സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഔദ്യോഗികമായ ഒരു ഇന്നോഗ്രൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഇന്നോഗ്രൽ സെക്ഷനിൽ എൻ്റെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. ജില്ലാ SP സ്ഥലത്തില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രത്യേക സഹകരണം, പ്രത്യേക പോലീസ് അല്ല വളരെ നല്ല സഹകരണം ഇവിടെ അവരിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതികളിൽ ഇത്രയും ശതമാനം നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ആകെ 102 പരാതികൾ പരിഗണിച്ചതിൽ 80 എണ്ണം തീർപ്പാക്കി. പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട 54 പരാതികളും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട 35 പരാതികളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട 18 പരാതികളുമാണ് ഉണ്ടായിരുന്നത്. 2022 35 പരാതികളും 2023 52 പരാതികളും 2024 14 പരാതികളുമാണ് അദാലത്തിൽ പരിഗണിച്ചത്. കമ്മീഷൻ അംഗങ്ങളായ TK വാസു, അഡ്വക്കേറ്റ് സേതു നാരായണൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ മെറിറ്റ് അവാർഡ് വിതരണം ശ്രദ്ധേയമായി. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾക്കുമായിരുന്നു അവാർഡുകൾ നൽകിയത്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ മുൻതൂക്കം നൽകുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരു കുട്ടി ജനിച്ചു വീണാൽ അന്നേരം തന്നെ ആലോചിക്കുന്നത് അവനെ ഏത് LKG ക്ലാസ്സിൽ അല്ലെങ്കിൽ UKG ക്ലാസ്സിലേക്ക് ചേർക്കണം, അവൻ്റെ UP LP അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ +2 വിദ്യാഭ്യാസം എവിടെ നടത്തണം, അവന് ആ കുട്ടിക്ക് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് നേടിക്കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. യോഗത്തിൽ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. നഗരസഭ മുൻ ചെയർപേഴ്സൺമാരായ ബീന ജോബി, കൃഷ്ണകുമാരി രാജശേഖരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PA നിസാർ, പ്രിയ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം സംഭവിച്ച കെട്ടിടം സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്നു. 16-ാം വാർഡിൽ ഫാത്തിമാപുരത്ത് അംബേദ്കർ നഗറിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം അവസാന നാളുകളിൽ സിമന്റ് ഗോഡൌണായി പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് പൊളിഞ്ഞ് അടിത്തറയും ചുവടും ഇളകി സമീപവാസിയായ ബെനിമോളിന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ് കെട്ടിടം. കെട്ടിടത്തിന്റെ പിറകുവശത്തെ ഭിത്തി അടർന്നു മാറിയ നിലയിലുമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഉപയോഗശൂന്യമായ പൊതു ശുചിമുറിയുമുണ്ട്. ഈ ശുചിമുറിയുടെ മതിൽ ചെരിഞ്ഞ് വീടിന്റെ വാട്ടർ ടാങ്കിൽ തട്ടിയാണ് നിൽക്കുന്നത്. കെട്ടിടം നിലം പതിച്ചാൽ സമീപത്തെ വീടുകൾക്കും കനത്ത നാശനഷ്ടമുണ്ടാകും. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. 2 വർഷമായിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കളക്ടറെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ നഗരസഭയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം സന്ദർശിച്ചു പോകുന്നതല്ലാതെ നടപടികൾ ആരംഭിക്കുന്നില്ല. ജീർണിച്ച കെട്ടിടം നഗരസഭ ഉടനെ പൊളിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് വാർഡംഗം മോളമ്മ സെബാസ്റ്റ്യനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഓഫീസ് കോമ്പൗണ്ടിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ആക്ടിംഗ് ചെയർമാൻ മാത്യൂസ് ജോർജ് വിത്തിടയിൽ ഉദ്ഘാടനം ചെയ്തു. ലാഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ബഹുജനങ്ങൾ ഇന്ന് പുലർത്തി വരുന്ന ഒരുത്തോളം. അതുമൂലം പച്ചക്കറികളടക്കമുള്ള നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് നട്ടുവളർത്താൻ കഴിയുന്ന കാര്യങ്ങൾ വരെ പുറം സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് നമുക്ക്. അതുമൂലം നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതുപോലെ വിപണിയിൽ വിലയുടെ മൂല്യം വലിയ വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നു. നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തിലെ സമ്പദ്ഘടനയെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വരെ ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ വ്യക്തികൾക്ക് ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക സാഹചര്യമുണ്ട്. നമുക്കറിയാം, ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയാണ് കാർഷിക വൃത്തി. നമ്മുടെ പറമ്പുകൾ കാട് പിടിച്ച് കിടക്കുന്നത് മൂലം കൊതുകും അതുപോലെയുള്ള പാമ്പും അങ്ങനെയുള്ള മറ്റ് ഇതുമൊക്കെ പകർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൊതുക് മൂലമുള്ള രോഗങ്ങൾ,
കാട് വളർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും അയ്യങ്കാളി തൊഴിലുറപ്പ് ഗ്രൂപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ആഭിമുഖ്യത്തിലാണ് പച്ചക്കറി കൃഷി. ഫയർഫോഴ്സ് ഓഫീസിന്റെ പിന്നിലുള്ള വിശാലമായ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ കൃഷി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറേ കാലം ഇവിടം തരിശായി കിടക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ മികച്ച പിന്തുണയോടെയാണ് ഈ പ്രവർത്തനം സാധ്യമായതെന്ന് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ സംബന്ധിച്ച് വളരെയധികം ഏരിയ, ഒരു ഏകദേശം 2 ഏക്കറോളം സ്ഥലം സ്വന്തമായിട്ടുള്ള ഒരു കോട്ടയം ജില്ലയിലെ ഏക സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ഥലം നമ്മുടെ സ്റ്റേഷനും പരിസരവും എപ്പോഴും വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കണമെന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങളുള്ളതും നമ്മൾ ആ രീതിയിൽ പരിപാലിച്ച് പോരുന്നതുമാണ്. അപ്പം ഈ സ്റ്റേഷനിൽ മുൻപ് കൃഷി ചെയ്തിരുന്ന കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ തരിശായി കിടന്നിരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യുന്നതിനും കാട് വിട്ട് തെളിക്കുന്നതിനുമൊക്കെ നമ്മൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പലതവണ ആലോചനകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അത് പ്രാവർത്തികമാകുന്നതിനെ തുടർന്ന് നമ്മൾ നഗരസഭയുമായും കൃഷിവകുപ്പുമായും ബന്ധപ്പെടുകയും നഗരസഭ നമ്മുടെ MGNRGSൽ ഉൾപ്പെടുത്തി ഈ തരിശായി കിടക്കുന്ന സ്ഥലം തെളിച്ച് അവിടെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും നമുക്ക് നൽകാം എന്നൊരു വാഗ്ദാനം നൽകുകയും. ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ PA നസീർ അധ്യക്ഷനായിരുന്നു. തൊഴിലുറപ്പ് ഓവർസിയർ ലീന പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബി, കൃഷി ഓഫീസർ P ബിജു, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ N പ്രദീപ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ BK ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിൻ്റെയും അവബോധനത്തിൻ്റെയും ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ കോഡ് ഗ്രേ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും ജില്ലാ പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്ത് രണ്ടാമത്തേതുമായ കോഡ് ഗ്രേ മോക്ക് ഡ്രില്ലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP രവി സന്തോഷ്, J അനിൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ഡെപ്യൂട്ടി DMO ഡോക്ടർ M ആനന്ദ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമമോൾ PS, നഴ്സിംഗ് സൂപ്രണ്ട് KP ബീന, സ്പെഷ്യൽ ബ്രാഞ്ച് SIമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, ആശുപത്രി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. മങ്കൊമ്പ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനവും നാടൻപാട്ട് ശില്പശാലയും കഴിഞ്ഞ ദിവസം ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. കുട്ടനാട് DEO PA ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഞാൻ വിദ്യാരംഗത്തിന്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ പ്രവർത്തന ഉദ്ഘാടനമാണ്. ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഉപടർ സാറാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിദ്യാരംഗത്തിന് പല മത്സരങ്ങളും സർഗോത്സവം പോലുള്ള മത്സരങ്ങൾ നടത്താറുണ്ട്. ഏറ്റവും പ്രാപ്തിയായ കുട്ടികൾ ഈ വിദ്യാരംഗത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. കുട്ടികളുടെ സ്വതസിദ്ധമായ കഴിവുകൾ, സർഗാത്മകമായ കഴിവുകൾ ഓൺ ദ സ്പോട്ട് അവതരിപ്പിക്കുന്ന പരിപാടികളിലാണ് വിദ്യാരംഗത്തിലുള്ളത്. എന്നാൽ വിദ്യാരംഗത്തിന്റെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് ഇതിന് വലിയ തുച്ഛമായ ഒരു ഫണ്ട് മാത്രമേ കൊടുക്കുന്നു. 10,000 രൂപയ്ക്കാണ് വിദ്യാരംഗം പരിപാടിക്ക് സബ്ജക്ട് ഏരിയ ഗവൺമെന്റ് മാറ്റിവെക്കുന്നത്. ചിലപ്പോൾ 10,000 ഉണ്ടാവില്ല. അത് ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ തന്നെ കൂട്ടണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ സർഗോത്സവം പരിപാടിക്ക് നാടൻപാട്ട് മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, കഥാരചനാ മത്സരങ്ങൾ, അങ്ങനെ തുടങ്ങി പല മത്സരങ്ങളും കുട്ടികൾ, കവിതാ മത്സരങ്ങൾ, ഇങ്ങനെ പല മത്സരങ്ങളും കുട്ടികളുടെ ഓൺ ദ സ്പോട്ട് വെച്ച് മത്സരങ്ങൾ നടത്തുന്നു. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ മങ്കൊമ്പ് AEO L അനുപമ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന നാടൻപാട്ട് ശില്പശാലയിൽ നാടൻപാട്ട് ഗവേഷകൻ ഡോക്ടർ AK അപ്പുക്കുട്ടൻ, കവിയും അധ്യാപകനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളി എന്നിവർ വിഷയാവതരണം നടത്തി. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശ് J തോമസ്, HM ഫോറം കൺവീനർ TT തങ്കച്ചൻ, സെന്റ് മേരീസ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന മേരി ജോസ്, വിദ്യാരംഗം കൺവീനർ ചാക്കോച്ചൻ J മെതിക്കളം എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ ഇന്റർ സ്കൂൾ കിഴക്കൻ മേഖല ചെസ് ചാമ്പ്യൻഷിപ്പ് നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി.
3 വിഭാഗങ്ങളിലായി 53 ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കുട്ടനാട് താലൂക്ക് തഹസിൽദാർ PD സുധി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭൗതിക വളർച്ചയ്ക്ക് നല്ലതാണ്. പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് പ്രവർത്തിച്ച സർക്കാർ സമിതിക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നായർ സമാജം സ്കൂൾ മാനേജർ ഡോക്ടർ ഗോപകുമാർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി തഹസിൽദാർ സൂരജ്, ചെസ് അസോസിയേഷൻ ആലപ്പുഴ കിഴക്കൻ മേഖലാ പ്രസിഡന്റ് മുരളി പരിയാത്ത്, സെക്രട്ടറി സലീം കൃഷ്ണ, ജോയിന്റ് സെക്രട്ടറി ചാക്കോ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഡെ ആർബിറ്റർ ആമീർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ചെസ് കുട്ടനാട്ടിൽ വളർച്ചയുടെ ഒരു തുടക്കമാണ് ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഒട്ടനവധി പ്രഗത്ഭരായ ബാബുജിയെ പോലെയുള്ള, സലീം കൃഷ്ണ സാറിനെ പോലെയുള്ള ഒട്ടനവധി പ്രഗത്ഭരായ കളിക്കാർ ഈ കുട്ടനാട്ടിലുണ്ടെങ്കിലും പുതിയ ഒരു യുവ തലമുറ അല്ലെങ്കിൽ കുട്ടികളെ ആ രംഗത്തേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഒരു ശ്രമം നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊക്കെയുള്ള ഒരു തുടക്കമാകട്ടെ ഈ ടൂർണമെൻറ്റ്. ഒട്ടനവധി പ്രഗത്ഭരായ താരങ്ങൾക്ക് ഉദയം കൊടുക്കുന്നതാകട്ടെ ഈ ടൂർണമെൻറ്റ്. ബഹിരാകാശ ദിനത്തിൽ ചാന്ദ്ര മനുഷ്യൻ സ്കൂളുകളിൽ എത്തിയത് കുട്ടികൾക്ക് കൗതുകമായി. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്ര ഉപരിതലത്തെ തൊട്ട് 1 വർഷം തികഞ്ഞത് രാജ്യം ബഹിരാകാശ ദിനമായി ആഘോഷിച്ച ആഗസ്റ്റ് 23-നായിരുന്നു സ്കൂളുകളിലേക്കുള്ള ചാന്ദ്ര മനുഷ്യന്റെ വരവ്. മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ, മുട്ടയിൽ MD LPS എന്നിവിടങ്ങളിലാണ് ചന്ദ്രമനുഷ്യൻ എത്തിയത്. ചന്ദ്രനിൽ വെള്ളമുണ്ടോ, ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ അകലുകയാണോ, അവിടെ ആകാശവും നക്ഷത്രങ്ങളുമുണ്ടോ തുടങ്ങി ചന്ദ്രനെക്കുറിച്ച് കൗതുകകരമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചു. ചന്ദ്രമനുഷ്യനു വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഉത്തരങ്ങൾ നൽകി. അവിടെ വെള്ളമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹലോ, വിശദീകരിക്കും വെള്ളത്തെ കുറിച്ച് പറയൂ. മികച്ച ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാഷണൽ ഗ്രന്ഥശാല സെക്രട്ടറി LP സത്യപ്രകാശ്, പരിഷത്ത് മേഖലാ സെക്രട്ടറി PK ശിവൻകുട്ടി, ശ്രീ ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ R രാജീവൻ, MD LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് മറിയം G, ബിപിൻ V നാഥ്, പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി മോനു ജോൺ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചതുർത്ഥ്യാഗരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സപ്താഹയജ്ഞത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച വൈകുന്നേരം 7-ന് ഭദ്രദീപ പ്രകാശനവും വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-ന് ക്ഷേത്രമണ്ഡപത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. 7-ന് യജ്ഞാചാര്യൻ ശ്രുതിപ്രബോധ ഹരിപ്പാട് വേണുജി ഭദ്രദീപം പ്രകാശനം ചെയ്തു. തുടർന്നായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ. ക്ഷേത്രം മേൽശാന്തി മണികണ്ഠൻ തിരുമേനി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. ആനന്ദം ഉദ്ദേശിക്കുന്നത് ഭൗതികമായ നൈമിഷിക ആനന്ദങ്ങളല്ല, സച്ചിദാനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം. അതാണ് നമുക്ക് കിട്ടേണ്ട ആനന്ദം. അത് ഭഗവാൻ നൽകിയിരിക്കും. നമുക്ക് ജന്മലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കാരുണ്യവാരിധിയായ ചതുർത്ഥ്യാഗരെ കൂടി കൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സപ്താഹയജ്ഞം 1-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 7:30-ന് ഭാഗവത പാരായണം ആരംഭിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.